ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബീറ്റ്റൂട്ട്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുക, തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒരു 5 ചെറിയ ഉള്ളി, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു തണ്ട് കരിയാപ്പില, തൈര്, ഉപ്പ്, എണ്ണ. ഇത്ര സാധനമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കരിയാപ്പില, ഇത്ര സാധനങ്ങൾ വെക്കുന്ന വഴറ്റും. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നത് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അതിലേക്ക് കൊടുക്കും. ബീറ്റ്റൂട്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ആ കൂട്ടത്തിൽ ഒന്ന് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ബീറ്റ്റൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരെ ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ്, കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കറി. ഇപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ടും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് അരക്കാണ്. അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കും. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തൈര് ഒഴിച്ച് വാങ്ങാം. തൈര് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വാങ്ങുന്നില്ല. നമ്മളൊരു പാത്രം വെച്ച് ചൂടായ ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചാൽ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളകും കരിയാപ്പില ചേർക്കും. നമ്മുടെ കടുക് താളിച്ച് അതിനകത്ത് ഒഴിക്കുക. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു
പച്ചടിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം.